നമസ്കാരം, ചാമക്കാല മീഡിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരമായി പോയി, അപ്പോൾ അതേ ഉബൈദ് ഭായി ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ വന്നത് എന്താണെന്നറിയോ, ഒരു വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എന്താണ്ട് കടലിൽ വന്ന് പെട്ടാരിയായി പോയി. ഏതെടുക്കണം, എന്ത് നോക്കണം, എങ്ങനെ നോക്കണം, എന്താണെന്നൊരു പിടിയില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം. എന്തെങ്കിലും പറയാനുണ്ടോ വൈദ്യുതി? കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്ക്. കാറിൻ്റെ മാർക്കറ്റാണ്. കൺഫ്യൂഷനായിട്ട് നിൽക്കണ്. ഇവിടുന്ന് എങ്ങനെ പോകേണ്ടത് ഒരു പിടിയിലിപ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ, കണ്ടോ. ഇവിടുത്തെ കാറുകൾ എങ്ങനെ നോക്കിയാലും ഒരു പിടിയില്ല. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പിടിയില്ല. ഇത് ശരിക്കും പറഞ്ഞാല് ഭയങ്കര ലക്ഷക്കണക്കിന് വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ നിരന്ന് കിടക്കണത്. എങ്ങനെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇത് കടലിലും അല്ല എന്നാൽ കരയിലും അല്ലാത്തൊരു കണ്ടീഷനാണ്. ഇതിപ്പോൾ ആ ലൈറ്റ് മിനുങ്ങിനോടത്തൊക്കെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. വില പേശൽ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് ടൈപ്പ് വേണമെങ്കിലും ഉണ്ട് കാറ്, എങ്ങനത്തെ വണ്ടി വേണമെങ്കിലും ഉണ്ട്. കണ്ട ഇതൊക്കെ, ഇതെന്താണ് ഈ കാണുന്നത്? അതിശയ കാഴ്ച തന്നെയായി പോയി. ഇത് നമുക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല അതിനെക്കുറിച്ചിട്ട്, അല്ലേ ഉപയോഗിത് പോയി. ഏത് എത്രയാണ്? 3000 രൂപ കിട്ടും. ഹോണ്ട ഇതൊക്കെ പഴയതാ വണ്ടികളെ ചാകരയാണ് ഇവിടെ. എൻ്റെ പൊന്നു വാ, ഇതൊക്കെ കാണേണ്ട സംഭവമല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവം. ഇരുട്ടായതുകൊണ്ട് മുഴുവൻ കാണാൻ പറ്റില്ല. ഞങ്ങൾ നടന്ന് തോറ്റ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വണ്ടിയൊക്കെ വളരെ വിലക്കുറവാണ്, പക്ഷെ നമ്മളെ കൊണ്ട് താങ്ങൂല. ഇത് ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് തീർന്നിട്ടില്ല കേട്ടാ. ഞങ്ങളിപ്പോൾ ഈ വേറൊരു സൈഡിലേക്ക് വന്നതാ. ഇവിടെയും ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പുറത്ത് കൂടെ ഇനിയുണ്ട് ഒരുപാട് കാണാനായിട്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതെടുത്ത് കണ്ട ഒരുപാട് വണ്ടികളാണ്. എന്തൊക്കെയാണ് ഇതിനകത്ത് കിടക്കണതെന്നൊന്നും ഒരു പിടിയില്ല. വാഹനം വാങ്ങേണ്ടവർക്കും വിൽക്കേണ്ടവർക്കൊക്കെ ഇവിടെ വന്നാൽ മതി. വ്യാഴാഴ്ച വെള്ളിയാഴ്ച എല്ലാം നടക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇല്ല എന്താണ് ഈ കണ്ടത് നമ്മളിപ്പോൾ? വാഹനങ്ങളുടെ കടൽ എന്ന് പറയാം. ഇത് കടലൊന്നല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പോലെ പോയി. ഞങ്ങളിവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ കൊണ്ട് പോകുന്നതാ. യൂണിഫോമൊക്കെ ഇട്ടിട്ട് തരണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെയാണ് വണ്ടിയുടെ സെയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ വാഹനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടും ഇവിടേക്ക് വരാം. ഇത് സ്ഥിതി ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ റിയാദിൽ അൽഷിഫ എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. ഞങ്ങൾ വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. ഇപ്പോൾ വണ്ടി മേടിക്കാനൊന്നുമല്ല. അവിടെ ഒരു ക്രെസിഡ് എടുപ്പുണ്ട്. പഴയ മോഡൽ വണ്ടിയുണ്ട്, പുതിയ മോഡൽ വണ്ടിയുണ്ട്, എല്ലാ വണ്ടിയുണ്ട് ഇവിടെ. അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇപ്പം ഒരുപാട് വണ്ടി, ഇതേപോലെ വണ്ടി ആദ്യമായിട്ടാണ്. ഇതുണ്ടല്ലേ ജീപ്പൊക്കെ, അതേ ഇത് പ്രാഡോ. ഈ പ്രാഡോ എന്ന് പറഞ്ഞാൽ നിസാര കാശുള്ളതിനൊക്കെ നമ്മൾ നേരത്തെ കണ്ട വണ്ടിയല്ലേ. ഇതേ പത്ഫെന്തർ എടുക്കണ ഒരു പത്ഫെന്തർ.
ഇത് ഈ സാധനത്തിനൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ എത്ര ആവശ്യം കൊടുക്കേണ്ടി വരും? ഇത് കൊടുക്കാനുള്ള സ്റ്റീറിംഗ് ഒന്നും ഇല്ല അതിനുള്ളിൽ. രസീത. ക്രസീഡാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വണ്ടികളുടെ. അത് കിടക്കാനുള്ളതല്ല, അതിന് മുകളിലൊക്കെ കയറിയിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കേട്ടാ മുകളിലൊക്കെ ചളിങ്ങിയിരിക്കുന്നു. വെറുതെ ഈ വണ്ടി ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആളാരാണെന്നറിയില്ല. നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ വണ്ടിയാണ്. ഇവിടുന്ന് കുറേയൊക്കെ വിറ്റ് പോയി. ഇതാ കിടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, പജീറല്ലേ കിടക്കുന്നത്. പജീറാണ് ഈ കാണുന്നത്. അതുപോലെ ഒരുപാട് വണ്ടികൾ. എത്ര തരം വണ്ടികളുണ്ടെന്ന് കണ്ടല്ലോ. ഇതിൻ്റെ കടല് പോലെ കിടക്കും, കടല് പോലെ. ഇതൊരു ഭാഗമാണ് കേട്ടോ, ഇത് നമ്മളെ എടുത്തിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇത് മറ്റേ സാധനം നാട്ടിലത്തെ. ഇത് എന്നിട്ട് വണ്ടി ഇത് സിമ്പിൾ. ഇത് റൊണാൾഡിൻ്റെ വണ്ടിയാണ്. നാട്ടിൽ ടാക്സി ആയിട്ട് ഇതന്നെ ടാക്സി ആയിട്ട് ഓടുന്നത്. ഇതുണ്ട് നാട്ടിൽ. ഇതുണ്ട് സണ്ണിക്കുട്ട ഷവർലേ. ഈ ഷവർലേ എന്നാ വണ്ടികളാന്നൊക്കെ ഒരു രക്ഷയുമില്ല കേട്ടാ. വണ്ടികളുടെ ചാകരയാണ് കാണിക്കുന്നത്, വാഹനങ്ങളുടെ ചാകര. ഇതൊക്കെ വലിയ വലിയ വണ്ടികളുടെ ചാകരയാണ്. വലിയ വണ്ടികൾ, അടിപൊളി വണ്ടി, വലിയ വാഹനങ്ങളുടെ ചാകരയാണ്. ഇവിടെ നമ്മുടെ വഴി നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ്. ഇവിടെ വണ്ടികൾ കടുപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആൾക്കാരാരെന്നറിയില്ല. നമുക്ക് പറ്റിയ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് എവിടെയാണ് എന്താണെന്നൊന്നും ആൾക്കാരൊന്നും അറിയില്ല. പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഫുള്ള് നമുക്ക് ഇതാക്കി പോവാം അല്ലേ. വ്യാഴാഴ്ച വരണം. വ്യാഴം വെള്ളിയാണ് ഇവിടുത്തെ മെയിൻ കച്ചവടങ്ങൾ നടക്കുന്ന സ്ഥലം, സമയം. ഇതന്നെ ഈ വണ്ടിയൊക്കെ ഈ സാധനം പണ്ടത്തെ ഒരു 5-6 കരിവീരന്മാർ നിൽപ്പുണ്ട് ഇവിടെ. ഇതാണ് വണ്ടിയുടെ ആഹാ ഇതന്നെയല്ലേ.